ലത സൃജുക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഓറഞ്ച് പീലും പിന്നെ സാഫ്രോൺ കുങ്കുമപ്പൂവും കൂടി ഉപയോഗിച്ചിട്ടുള്ള സോപ്പ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയ പീസാക്കിയിട്ട് മാറ്റുകയാണ്. അപ്പം ആ ഓറഞ്ച് തൊലി ചെറുതാക്കി ഇനി അതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. അതിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് അതിൽ ഞാൻ കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് അരച്ച് കൊണ്ടുവന്നത് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഒരു 2 ടീസ്പൂണ് അലോവേര ജെല്ലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ഗ്ലിസറിൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലിസറിനും അലോവേര ജെല്ലൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് വളരെ നല്ലതാണ്. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. എവിയോൺ എന്ന് പറഞ്ഞൊരു ക്യാപ്സ്യൂളാണ്. അത് ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓയിൽ മാത്രം അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഈ ഗ്ലിസറിൻ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇനി അതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് സോപ്പ് ബേസാണ്. ഇത് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊരു 500 ഗ്രാം വാങ്ങിച്ചിട്ട് ഞാൻ പകുതി ആക്കിയിട്ടുണ്ട്. പകുതി ഓറഞ്ച് പീലുള്ള സോപ്പും പകുതി സാഫ്രോണിൻ്റെ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ആ സോപ്പ് ബേസ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ചെറിയ പീസാക്കിയിട്ട് മുറിക്കാൻ പറയുന്നത്. ഇപ്പം മുഴുവൻ ചെറുതാക്കി മുറിച്ചു. ഇനി ഡബിൾ ബോയിൽ മെത്തേഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആ സോപ്പ് ബേസ് ഇറക്കി വെച്ചിട്ട് അത് അലിയുന്നത് വരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇത് സോപ്പ് ഉണ്ടാക്കി വെക്കാനുള്ള മോൾഡാണ്. അപ്പം ഇതുപോലെ തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ പ്ലാസ്റ്റിക് പാത്രം അങ്ങനെ ഉണ്ടെങ്കിൽ അതിലാക്കിയാലും മതി. അപ്പോൾ അതിലൊന്ന് ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ആ ഡബിൾ ബോയിൽ ചെയ്ത സോപ്പ് ബേസിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് തൊലിയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ല പോലെ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാം. ഇപ്പോൾ അത് നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട് സോപ്പ്. ഇനി നമുക്കത് വേണമെങ്കിൽ ഒന്ന് അരിച്ചിട്ട് എടുക്കാം. കാരണം ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ഇനി സോപ്പ് ഇതായെന്നുള്ളതിൽ ഞാൻ അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് റോസ്മേരി ഓയിലും കൂടി, ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവും. പിന്നെ നല്ലതാണത് ഇതിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം കുറച്ച് റോസ്മേരി ഓയിലും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഈ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 3-4 മണിക്കൂർ അത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇപ്പം തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തതാണ്. അപ്പോൾ
അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഇതാ സോപ്പ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ട, ഇപ്പം ഓറഞ്ച് തൊലി കൊണ്ടുള്ള സോപ്പ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ സാഫ്രോൺ കുങ്കുമപ്പൂ കൊണ്ടുള്ള ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കുറച്ച് കുങ്കുമപ്പൂ എടുത്തിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. കാരണം അതൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചൂടാക്കിയാൽ നമുക്ക് ഓയിലോ ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്ന് ഡിസോൾവ് ആയി കിട്ടും. അപ്പോൾ ഇതാ ചൂടായ കല്ലിലേക്ക് ഞാൻ അതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. കുങ്കുമപ്പൂ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് റോസ് വാട്ടറാണ്. ഇതൊന്ന് അലിയണ്ടേ, ഒന്ന് വെള്ളം ഒഴിക്കാലേ അതൊന്ന് അലിഞ്ഞ് കിട്ടുള്ളൂ. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നീട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് 2 എണ്ണം, അതിൻ്റെ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേതിൽ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചത്. ഇതിൽ ഞാൻ 2 ടീസ്പൂണ് ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒലീവ് ഓയിൽ തന്നെ ഒഴിക്കണമെന്നില്ല, കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി. ഞാനിതിൽ ഒലീവ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് 2 ടീസ്പൂണ് അലോവേര ജെല്ലും കൂടി ചേർത്തിട്ടുണ്ട്. വീഡിയോ വിട്ടുപോയതാണ്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട, ഞാൻ പകുതി സോപ്പ് ബേസ് മാറ്റി വെച്ച് പറഞ്ഞില്ലേ, അത് ഇതുപോലെ ഒന്ന് ചെറുതായി പീസാക്കിയിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് തിളച്ചതിന് ശേഷം അത് വെച്ചാൽ മതി. തിളച്ചതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്യാനുള്ള പാത്രം അതിലിറക്കി വയ്ക്കുക. എന്നിട്ട് അതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടും. ഇനി ലാസ്റ്റിൽ ഞാൻ മറ്റേ സാഫ്രോണിൻ്റെ മിക്സ് ഉണ്ടാക്കിയതിലേക്ക് കുറച്ച് റോസ്മേരി ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു സ്മെല്ലാണ് അതിന്, അതുകൊണ്ടാണ് അത് ചേർത്തത്. ഇതാ നമ്മളുടെ സോപ്പ് ബേസ് മുഴുവൻ അലിഞ്ഞ് ഇതാ കണ്ടോ, വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാഫ്രോൺ മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്തപ്പോൾ കണ്ടോ നല്ല കളറ്, സാഫ്രോണിൻ്റെ കളറാണത്. നല്ല യെല്ലോ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. സാഫ്രോൺ വളരെ നല്ലതാണ് കളറ് വയ്ക്കാനും നിറം വർദ്ധിപ്പിക്കാനും. പിന്നെ ഇതിൽ ഗ്ലിസറിൻ, ഒലീവ് ഓയിലൊക്കെ ചേർത്തിട്ടുണ്ട്. നമുക്ക് വളരെ നല്ലതാണ് സ്കിന്നിനൊക്കെ. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചേർത്തിട്ടുള്ളത്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്. ഇനി നമുക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഇനി നമുക്ക് ഒരു 2-3 മണിക്കൂർ തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഇതാ ഞാൻ സാഫ്രോണിൻ്റെ സോപ്പും തണുത്തതിന് ശേഷം അതൊന്ന് പുറത്തേക്ക് എടുക്കുകയാണ്.
അപ്പോൾ ഇതാ കണ്ട, ആദ്യം ഉണ്ടാക്കിയത് ഓറഞ്ച് പീൽ കൊണ്ടുള്ളതാണ്. ഇത് സാഫ്രോൺ ഉള്ളതാണ്. ഇത് നമുക്ക് വീട്ടിൽ നമുക്ക് ക്യാരറ്റോ അല്ലെങ്കിൽ അലോവേര ജെല്ല് മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ ഏത് വിധത്തിലുള്ള സോപ്പും ഉണ്ടാക്കാം. അതിന് ആ സോപ്പ് ബേസ് ഇതുപോലെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിവിടെ സോപ്പ് ഉണ്ടാക്കിയതാണിത് കാണിക്കുന്നത്. അപ്പം നിങ്ങളിതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.